ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ. സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പാണിത്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു വെള്ളം നമ്മൾ തയ്യാറാക്കുന്നത്. ചിലർക്ക് ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യാൻ മടിയുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. വെള്ളം എന്ന് പറയുമ്പോൾ റോസ്മേരി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. മുടിക്ക് ഉള്ളു കുറവുള്ളവരൊക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിക്ക് ഉള്ളു വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തത് റോസ്മേരിയാണ്. റോസ്മേരി നമുക്കിപ്പോൾ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇപ്പോൾ റോസ്മേരിയുടെ വെള്ളമായിട്ടും അങ്ങനെയും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടിപ്പ് ചെയ്യാൻ ഇതുപോലെയുള്ള റോസ്മേരിയുടെ ഉണങ്ങിയ ഇലയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10 ദിവസം വരെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഈ ഒരു അളവിൽ എടുക്കുക. ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് എടുത്തത് കുറച്ച് ഗ്രാമ്പൂ ആണ്. ഗ്രാമ്പു ഉപയോഗിക്കുന്നത് നമ്മുടെ തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുടി വേഗത്തിൽ വളരാനും ഹെയർ ഫോളിക്കിൾസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും. പിന്നെ നമ്മുടെ മുടിയുടെ കരുത്ത് കൂട്ടാൻ, നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് മുടിക്ക് കരുത്ത് കുറയുന്ന സമയത്താണ്. പെട്ടെന്ന് മുടി കൊഴിഞ്ഞു പോവുക. ചിലരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മുടി ചീകുമ്പോൾ കൂടുതൽ മുടി കൊഴിഞ്ഞു പോകുന്നു. അതൊക്കെ മുടിക്ക് കരുത്ത് കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഗ്രാമ്പു യൂസ് ആണെങ്കിൽ മുടി നല്ല സ്ട്രോങ് ആക്കിയിട്ട് വെക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കും. താരനും അതുപോലെയുള്ള ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവാനും മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്രാമ്പു. അപ്പോൾ ഇത്രയും ഗ്രാമ്പു ആണ് ഞാൻ ആ ഒരു റോസ്മേരിയിലേക്ക് എടുത്തത്. കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. കൂടിപ്പോയി ഒരു 10 ഗ്രാമ്പു ഒക്കെ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വെള്ളം ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു റോസ്മേരിയും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്കൊരു 10 ദിവസം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും. നമ്മളിത് തിളപ്പിച്ച് കുറുക്കിയൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പം 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് റോസ്മേരി. അപ്പോൾ റോസ്മേരി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നതും പുതിയ മുടികൾ വളർന്നു വരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണം. എണ്ണ തേക്കാൻ മടിയുള്ളവരും എണ്ണ തേച്ച് കഴിഞ്ഞാൽ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇങ്ങനെ റോസ്മേരി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഇങ്ങനെ തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ച് ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 10 ദിവസമൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കേടാവുകയില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് യൂസ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മുടി നനഞ്ഞിരിക്കുമല്ലോ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉണങ്ങിയ മുടി തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു റോസ്മേരിയുടെ വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡ്രോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ പതുക്കെ മാത്രം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ ആ ഒരു സ്കാൽപ്പിലേക്ക് ഹെയർ റൂട്ട്സിലേക്കൊക്കെ ഇത് നന്നായിട്ട് എത്തുള്ളൂ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഉണങ്ങുന്ന വരെ മുടി കെട്ടി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉണങ്ങിയതിന് ശേഷം നമുക്ക് കെട്ടി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. മുടി വേഗത്തിൽ വളരാനും മുടി നല്ല സ്ട്രോങ് ആവാനും മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം എണ്ണ തേക്കാതെയും ഹെയർ പാക്ക് ഇടാതെയും ഒക്കെ മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്